സുഖമായിട്ടിരിക്കുന്നു. എന്താണ് മൂവിനെ പറ്റി? കാരണം നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഫാമിലി ഡ്രാമയാണ്, ഒരു സൈബർ ക്രൈം ഇൻവോൾവ് ചെയ്ത് നടക്കുന്ന ഒരു ഫാമിലി ഡ്രാമയാണ്. സോ വാട്ട് യു വാണ്ട് ടു ആഡ് മോർ? സോ അച്യുതാവതാരം പറയുന്ന ഈ ഫിലിം ഒരു യൂഷ്വൽ ഫിലിം അല്ല നമ്മൾ ഈ ടീം ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു നോൺ ലീനിയർ ഫിലിം മേക്കിംഗ് ട്രൈ ചെയ്തിട്ടുള്ളൊരു ഫിലിമാണ്. സോ ഇന്നത്തെ കാലത്ത് സൈബർ ക്രൈം എന്ന് പറയുന്നത് വളരെ ഒരു റെലവെൻ്റ് ആയിട്ടൊരു ഇഷ്യൂ ആണ്. പക്ഷേ ഇതിനെ പറ്റി കൂടുതൽ അവയർനെസ് കൊടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ആരും അത്രയും നോക്കിയിട്ടില്ല. അതർ ദൻ ന്യൂസസ്, I believe and personally have observed that most of the films have not looked at cybercrime issues the way we have looked at the cybercrime issue. And this particular film of Achyutavataram brings in a very different but emotionally packed and a very power-packed film for all the audiences. And it is a family emotion centered film, and it faces a lot of fears and pain that every family can relate in this personal in this current times. So അങ്ങനത്തുള്ളൊരു ഫാമിലി ഇമോഷൻ ആയിട്ടുള്ളൊരു ഡ്രാമയാണ്. ഒരുപാട് സൈബർ ക്രൈം ടെക്നോളജി ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് കൊണ്ടുവരുന്നത്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി യുണീക്ക് എക്സ്പീരിയൻസ് ഫോർ ഓൾ ദി ഓഡിയൻസ് ഹു കംസ് ആൻഡ് വാച്ചസ് അച്യുതാവതാരം. നല്ലൊരു ഡാൻസറാണ്, ഒരു പെർഫോമർ കൂടിയാണ്. എന്താണ് ബാക്കിയുള്ള സിനിമകളിൽ നിന്നും അച്യുത എന്ന ഫീമെയിൽ ക്യാരക്ടർ എത്രത്തോളം ഡിഫറെൻ്റ് ആണ്? Achyuta ennoru character, she's too unique with the way she carries herself in this entire journey of hers. So she is a symbol for resilience for every woman in this world, is what I believe, and is what we are showing in this film. ഈ ഫിലിമിൽ വരുന്നത് ഒരു വളരെ സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു ഫാമിലിന്നാണ് അച്യുത വരുന്നത്. സോ ഫ്രം ഹിയർ ഷീ ഇസ് പുട്ട് ഫോർത്ത് a very huge problem which she has to face no matter what. അവൾക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. So she turns her pain and all her fears into her purpose, and she goes forward in order to protect her family. So ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ വളരെ യൂണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് ഈ ക്യാരക്ടറിനെ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഷി ഹാസ് ലോട്ട് ഓഫ് ലെയേഴ്സ്, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ഈ ഫിലിം കാണുമ്പം അച്യുത മാത്രമല്ല, ഈ ഫിലിമിലെ ഓരോ ക്യാരക്ടേഴ്സിനും ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. And that is a piece which involves multi-genres such as fantasy and a lot of cybercrime, technology and emotions, which will bring in the empowerment of women who watch this piece, and it will also bring in a lot of family emotions together for the audience. Super. And എന്തുകൊണ്ട് അച്യുതാവതാരം കാണണം? കാരണം ഒരു പെർസ്പെക്റ്റീവ് ഓഫ് ആൻ ആക്ടർ, എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇത് കണ്ടിരിക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ്? മാളവികയുടെ ഒരു പെർസ്പെക്റ്റീവ്. The reason that everyone should watch Achyutavataram is because ഇന്നത്തെ കാലത്ത് സൈബർ ക്രൈം എന്നുള്ളൊരു ഇഷ്യൂ വളരെ പ്രിവലൻ്റ് ആണ്, ഞാൻ പറഞ്ഞ പോലെ. സോ ഈ ഒരു ഫിലിം നോട്ട് ഓൺലി ഫോർ ദി പീപ്പിൾ ഹു വാച്ച് ആസ് എൻ ഓഡിയൻസ്, ആസ് സിനിമ ലവേഴ്സ്, ബട്ട് ഓൾസോ ഫാമിലീസിന് പോലും ഈ സിറ്റുവേഷൻസ് വളരെ റിലേറ്റബിൾ ആയി. So these situations will, I believe, will resonate with most of the families. They will see their fears and pains, which will be reflected through these characters. But more than that, this film is here to bring a social awareness. So ഈ ഫിലിം കാണുന്ന ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ലീവ് മോർ അവെയർ അബൌട്ട് ദ സിറ്റുവേഷൻ ദാൻ എവർ ബിഫോർ. സൂപ്പർ. തീർച്ചയായിട്ടും കാണാൻ പറ്റും. കാണാൻ പറ്റും. ഒരു ചെറിയൊരു കോമ്പറ്റേറ്റീവ് ബ്രദർ സിസ്റ്റർ റിലേഷൻ ആണെന്നൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് ഒക്കെ കേട്ടു. സിസ്റ്ററിനോട് ഒരു ചെറിയൊരു അസൂയൊക്കെയുള്ള ഒരു ബ്രദർ ആണോ? കുശുമ്പുള്ള ഒരു ബ്രദർ ആണോ? കുശുമ്പല്ല, സിസ്റ്ററെ വളരെ ഉയരത്തിലേക്ക് എത്തുന്ന കാണുമ്പോൾ എന്താ ഇങ്ങനെ പോകുന്നതെന്നുള്ളൊരു തോന്നലുണ്ടാവും. അസൂയുള്ള ഒരു ബ്രദറാണ്. അസൂയ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു കോമ്പറ്റീഷൻ ആറ്റിറ്റ്യൂഡ്. അസൂയും കുശുമ്പും കൂടി ചേച്ചി എങ്ങനെ തകർത്തെറിയാന്നുള്ള ചിന്താഗതിയുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ ചേച്ചിയുടെ ഒരു എന്താ പറയാ, പെട്ടെന്ന് ചേച്ചിയുടെ ഒരു വലിയൊരു സക്സസ് കണ്ട് ഞെട്ടിയിരിക്കുന്ന ഞെട്ടിത്തരിച്ചു പോയ ആംഗ്ലയുടെ ക്യാരക്ടറാണ് ഇതില് അഭിജിത്ത് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് അച്യുതാവതാരം? ഞാൻ നേരത്തെ മാളവികയോട് ചോദിച്ചു, എങ്ങനെയാണ് ഒരു സെന്റൻസിൽ, ഒരു വാക്യത്തിൽ അച്യുതാവതാരം എന്ന മൂവി ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ എന്തായിരിക്കും അഭിജിത്ത് പറയുക? ഒറ്റ വാക്കിൽ പറയേണ്ട സിനിമയല്ല അച്യുതാവതാരം. അത്
എല്ലാവരും കണ്ട് തന്നെ മനസ്സിലാക്കണം. കാരണം അത്രയേറെ കാര്യങ്ങളുണ്ട് അതിൽ. ക്യാരക്ടർ റോൾ ആണ് ചെയ്യുന്നത് ആനന്ദ് കൃഷ്ണ ചെയ്യുന്ന ക്യാരക്ടറുടെ അച്ഛൻ. ഇത് എന്തിനാണ് സാർ ഇത്രയും ക്രൂരത കാണിക്കുന്നത് സിനിമയില്? ജീവിതത്തിൽ ഞാൻ വില്ലനല്ല, ജീവിതത്തിൽ ഒരു പഞ്ചപാവ മനുഷ്യനാണ്. സിനിമയിൽ ഒരു നെഗറ്റീവ് പാത്രമുണ്ട്, കഥാപാത്രം. കാരണം ഇയാളാണ് ഇവരൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഏതൊരു സംഭവത്തിന് വേണ്ടി. അപ്പൊ ഇതിന്റെ ഒരു സൈബർ ക്രൈമിന്റെ മെയിൻ ഒരു ത്രെഡ് ഞാനാണ്. എൻ്റെ ഒരു ജീവിത വിജയത്തിന് വേണ്ടിയാണ് ഞാൻ ഇവരെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ബ്രെയിൻ അവിടെയാണ്, ആ ബ്രെയിനാണ് ഈ ഫിലിമിനെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പാട്ട് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരു സിനിമയായി വരുന്നത്, ഞാൻ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്, കഴിഞ്ഞ 14 വർഷമായിട്ട് തിയേറ്ററിലുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഫിലിമാണ് അച്യുതാവതാരം. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടിയും എനിക്ക് പേഴ്സണലി ഉണ്ട്. അപ്പോൾ ഫിലിമിലേക്ക് വരുമ്പോൾ അന്നും എന്നും വിശ്വസിക്കുന്നു, ഫിലിം ഒരു ആക്ടറുടെ കലയല്ല, അതൊരു ഡയറക്ടറുടെ കലയാണ്.